അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൻ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലും അതേപോലെ നല്ല സ്വാദിഷ്ടവുമായ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് 1 കപ്പ് ഞാൻ കഴുകി കുതിർത്ത് എടുത്തതാണ്. അതുപോലെ ഇതിന് വേണ്ടത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ 4 കുഞ്ഞുള്ളി, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ വലിയ ഉള്ളിയും ഉപയോഗിക്കാം. ഞാനിതിൽ കുഞ്ഞുള്ളിയാണ് ഇടുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും സാധനമാണ് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിക്കാൻ വേണ്ടി വേണ്ടത്. നമുക്ക് ഇതൊക്കെ ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെളുത്തുള്ളി ഇതിൽ എത്ര ഇട്ടാലും നല്ലതാണ്. കാരണം ഗ്യാസ്, അസിഡിറ്റി ഒക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് വെളുത്തുള്ളി ഇതിലിടുന്നത് കൂടുതലിടുന്നത് നല്ലതാണ്, പയറുവർഗ്ഗങ്ങളിലെല്ലാം. അപ്പോൾ ഇതിന് പാകമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊരു 3 വിസിൽ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കൊന്നത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫാക്കി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം വറ്റിക്കിടക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് ഇതിലേക്ക് വേണ്ട കാച്ചി ഒഴിക്കേണ്ട ഇത് റെഡിയാക്കാം. അപ്പോൾ കറി കാച്ചി ഒഴിക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇത് 3 വലിയ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഈ പരിപ്പ് കറിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാറൊക്കെ ഇഷ്ടമുള്ള ആൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഇത് ഇഷ്ടപ്പെടും. ഒരു സ്പൂണോളം സാമ്പാർ പൊടി ഞാനിതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ പരിപ്പ് കറി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ചോറിനായാലും ചപ്പാത്തിക്കായാലും ദോശക്കായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വളരെ സിമ്പിളായ ഒരു പരിപ്പ് കറി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം. ഇത് സാമ്പാറൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് ആ സ്മെല്ല് തന്നെയാണ് ഇതിന് വരുന്നത്.
അപ്പോൾ എന്തായാലും വീഡിയോ കാണുക. നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.